തോന്നിയ ഒരു LJP പടം, ഡിഫറെൻ്റ് ആയിട്ടുള്ള LJP പടം. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു കുറച്ച് ലാഗ് അടിച്ചെങ്കിലും സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എൻകറേജിങ് ആണ്. പിന്നെ ഒരു ഫാൻസിന് പറ്റിയൊരു അങ്ങനത്തെ ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു പടമല്ല. പിന്നെ സെക്കൻഡ് പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിനുള്ള എലമെൻറ്റ്സ് അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ക്ലൈമാക്സ് എൻഡിൽ നമുക്കൊരു ഫാൻറ്റസി അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇല്ലില്ല, അതൊന്നുമില്ല, അങ്ങനെ സാധനം വന്നില്ല. അത് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തത് തിയേറ്റർ വിറപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമൊന്നും വന്നില്ല. പിന്നെ തോന്നിയത് വിഷ്വലി മധുനീലകണ്ഠൻ സാറിൻ്റെ ഭംഗിയായ വിഷ്വൽസാണ്. അത് നോർത്തിലെ പിടിച്ചതിൻ്റെയൊക്കെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത സ്റ്റൈലുണ്ടായിരുന്നു പടം. സെക്കൻഡ് പാർട്ടിനുള്ളൊരു ഇതുണ്ട്. ഉറപ്പായിട്ടുണ്ട്, അതുണ്ട്, ഓൾറെഡി കാണിക്കുന്നുണ്ട്. താങ്ക് യു. ഈ മലൈക്കോട്ടെ വായിക്കുന്ന ഒരു LJP പടമാണ്, അങ്ങനെ പ്രതീക്ഷിച്ച് വന്നാൽ മതി. ഇതൊരു പക്ക ക്ലാസിക് മൂവിയാണ്, നല്ല സ്ലോ കുക്ക് മൂവിയാണ്, അതായത് പതിയെ പോകുന്ന ഫ്രെയിംസ്. പക്ഷേ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഈ പടം ഫ്രെയിംസ് ഭയങ്കര അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ മേക്കിംഗ്, LJPയുടെ മേക്കിംഗ് അറിയാമല്ലോ, ആ ഒരു മേക്കിംഗ് കാണാൻ വേണ്ടി തിയേറ്ററിൽ എന്തായാലും മസ്റ്റായിട്ട് കാണണം. രാത്രി പകൽ അതൊക്കെ കാണിക്കുമ്പോൾ ഓരോ ഷോട്ട്സ്, ലോങ് ഷോട്ടൊക്കെ അടിപൊളിയാണ്. പക്ഷേ കഥ സ്ലോ പേസ്ഡ് ആണ്. ഒരു മാസ് മൂവി പ്രതീക്ഷിച്ച് വന്നവർക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും. ഒരു പക്ക ക്ലാസിക് സ്റ്റഫാണ്. ഈവൻ അതിനകത്ത് കുറേ ഒരു വാർ സീക്വൻസ് ഉണ്ട്, 2-3 ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാസല്ല, ഈവൻ ആക്ഷൻസ് പോലും ഒരു ക്ലാസിക് രീതിയിൽ എടുത്ത് വെച്ചാണ്. സോ ആ ഒരു രീതിയിലൊന്ന് കാണണം. നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒരു ബേർ ട്രൂത്താണ്. ബട്ട് LJP പടം ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ വന്ന് കാണാനുള്ള സ്റ്റഫാണ്, മേക്കിംഗ് വൈസ് കാണാൻ വേണ്ടി. ലാലേട്ടന് കൊടുത്ത റോള് പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാർട്ട് 2 ഉണ്ട്, അതെങ്ങനെ വരും എന്നുള്ളത്, എൻ്റെ രീതി എങ്ങനെ വരും എന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് ഒരു 1 ടൈം കാണാൻ പറ്റിയ മൂവിയാണ്. ബട്ട് എനിക്ക് തോന്നുന്നത് ഇത് പ്രൊജക്റ്റ് ചെയ്ത രീതി മൊത്തം മാസ് പൊടിവാറും ലൈക്ക് തിയേറ്ററിൽ കുലുങ്ങും, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി. കാരണം അതൊരു പക്ക ക്ലാസിക് സ്റ്റഫാണ്, പ്യുവർ സ്റ്റഫ്, വെസ്റ്റേൺ കൾച്ചർ സ്റ്റഫാണ്. സോ എന്തായാലും നിങ്ങൾ മാസ് പ്രതീക്ഷിക്കാതെ പോയാൽ ഒരു LJP പടം എന്ന രീതിയിൽ എൻജോയ് ചെയ്യാം. നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. കാരണം ഇതൊരു ഹൈ വോൾട്ടേജ് മാസ് പടം, അങ്ങനത്തെ ഒരു പടമൊന്നുമല്ല. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇതൊരു സ്ലോ പേസിലാണ് പടം പോകുന്നത്, സ്ലോ പേസിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ലോ പേസ് ആദ്യം നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ അതായത് ലാലേട്ടൻ്റെ ഭയങ്കര മാസ് സീക്വൻസ് പ്രതീക്ഷിച്ചു വന്നവർക്ക് എന്തായാലും ഡിസപ്പോയിൻ്റ് ആവും. കാരണം ഇതൊരു 100% LJP പടവും. പുള്ളി അതായത് ഒരു സ്റ്റാർ വന്നേ പിന്നെ കോംപ്രമൈസ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. പുള്ളിയുടെ രീതി തന്നെയാണ് പടം കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. വിഷ്വൽ ക്വാളിറ്റി അന്യായം, കാരണം ഓരോ ഫ്രെയിംസും കിടലിനായിട്ടുണ്ട്. ക്രൗഡൊക്കെ വന്ന സീൻസ് ഒക്കെ അടിപൊളിയാണ്, ഇൻ്റർവെല്ലിൻ്റെ സമയത്തുള്ളതും. പിന്നെ സെക്കൻഡ് ഹാഫിലൊരു വാർ സീക്വൻസ് ഉണ്ട്, അവിടെ ഉപയോഗിച്ചേക്കുന്ന സ്കോറിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. കാരണം ഒരു മാസ് പടം അങ്ങനത്തെ വിചാരിച്ച എല്ലാവർക്കും ഒന്നും അങ്ങനത്തെ ഇതൊന്നും ഇഷ്ടപ്പെടൂല ഈ സിനിമ. കാരണം അത് മാസേ പടമല്ല. ഡ്രാമ ടച്ച് എന്ന് പറഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു കൈൻഡ് ഓഫ് പടമാണ്. അതായത് പുള്ളിയുടെ ഒരു പടത്തിന് ഒരു സ്ലോ പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ നൻപകൽ നേരത്തിൽ ഒരു സ്ലോ പേസിൽ ആ ഒരു രീതിയിലാണ് പോണേക്കുന്നത്. അപ്പോൾ അതേപോലെ സ്ലോ പേസിൽ തന്നെ പോയേക്കുന്ന സിനിമയാണ്. പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമുക്ക് അതിനകത്തോട്ട് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലാഗ് കാര്യങ്ങളൊന്നും തോന്നൂല. പക്ഷെ അതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്ലോ പേസ് പറ്റൂലെങ്കിൽ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റൂല. ഞാൻ എൻജോയ് ചെയ്ത്, കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രതീക്ഷയിൽ കണ്ടതിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. മോഹൻലാൽ എന്ന് പറയുന്ന മാസ് പടം വിചാരിച്ചു വരുന്ന ആൾക്കാർക്ക് ലാലേട്ടൻ്റെ മാസ് പടവും പഞ്ച് ഡയലോഗും വിചാരിച്ചു വന്നവർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം അങ്ങനത്തെ ഒരു സീക്വൻസും ഇല്ല. എന്നാൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ ഫൈറ്റിനൊക്കെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. ഒരു വെറൈറ്റി പടം, ഒരു ക്ലാസ് പടവും, ഒരു ഗുരുവൊക്കെ പോലത്തെ ഒരു ക്ലാസ് പടവും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസ് പടവും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ക്ലാസ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ ഇഷ്ടമാണ് എന്നാൽ തീർച്ചയായിട്ടും കാണാം. ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ, അതായത് ഇൻട്രോ ഒക്കെ നോർമൽ ഇൻട്രോ ആണ്, സിമ്പിൾ ഇൻട്രോ ആണ്. പിന്നെ ഫൈറ്റ് സീക്വൻസിലാണെങ്കിൽ ഒരു വെറൈറ്റി ഉണ്ട്, അല്ലാണ്ട് മറ്റേ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവമൊന്നും അല്ല. പക്ഷേ തിയേറ്ററിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ വേണ്ട രീതിയിലാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. ലാലേട്ടൻ്റെ പെർഫോമൻസും നല്ലതാണ്. എന്തായാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വന്ന് കാണാം. ലിജോ ജോസഫ് പള്ളിശ്ശേരിയുടെ ഒരു മൂവി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അല്ലാണ്ട് ഭയങ്കര എബോ ആവറേജ് പടവും ഭയങ്കര പ്രതീക്ഷ വെച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വരയ്ക്കുന്ന രീതിയിലൊന്നുമില്ല, കണ്ടിരിക്കുക. ലാലേട്ടൻ്റെ അഭിനയം അടിപൊളിയാണ്, അത് ഒന്നും പറയാനില്ല. ഇൻട്രൊഡക്ഷനും
നൈസാണ്. ഹൈപ്പ് സ്വല്പം കൂടി പോയെന്ന് തോന്നുന്നു. ആ പറഞ്ഞ് പബ്ലിസിറ്റി ഭയങ്കര കൂടുതലായിട്ട് പോയി, ഹൈപ്പും കാര്യങ്ങളൊക്കെ. കൊള്ളാം, വൺ ടൈം മാസ് മൂവിയാണ്. ഓക്കെ, താങ്ക് യു.